കൈലാഷ് എവിടെയാണെന്ന് കണ്ടുപിടിച്ചു. എവിടെ? അവൻ എവിടെയാ? ആരും തേടി വരാതിരിക്കാൻ ഒരു ലോക്കൽ ലോഡ്ജിൽ മുറിയെടുത്ത് താമസിക്കുക. ലോഡ്ജിലോ? അതെ, ഞാൻ നിങ്ങൾക്ക് ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്. ഞാനിപ്പോ തന്നെ അങ്ങോട്ട് പോവാ. വേണ്ട, ധൃതി കൂട്ടി അങ്ങോട്ട് പോകാതിരിക്കുന്നതാ നല്ലത്. അതെന്താ? കൈലാഷ് നല്ല ദേഷ്യത്തില. ഇപ്പൊ നിങ്ങൾ പോയി സംസാരിച്ച അവൻ കൂടുതൽ മോശമായി പ്രതികരിക്കേയുള്ളൂ. ചിലപ്പോ ദേഷ്യത്തിൽ വേറെ എങ്ങോട്ടെങ്കിലും പോയെന്ന് വരും. പിന്നെ അവനെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞൂന്ന് വരില്ല. ഇന്ന് രാത്രി സുഖമായി ഉറങ്ങട്ടെ. രാവിലെ അവനൊന്ന് തണുത്ത് കഴിയുമ്പോ ചെന്ന് സംസാരിച്ചാ മതി. അവൻ നിങ്ങളുടെ കൂടെ തിരിച്ചു വരും. അവൻ പഴയ കൈലാഷായിരുന്നെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിച്ചാൽ കൂടെ വന്നേനെ. പക്ഷെ ഇപ്പൊ അവനോട് എന്തു പറഞ്ഞാലും കേൾക്കാൻ തയ്യാറാകാത്ത അവസ്ഥയില. അവൻ കുറച്ചെങ്കിലും കേൾക്കുക. നീ പറഞ്ഞാല. നീ അവനോടൊന്ന് സംസാരിക്കാവോ? ഞാൻ പരമാവധി ശ്രമിക്കാം. താങ്ക് യു സോ മച്ച്. മാഡം, പി.കെ.ആർ. സാറിനോട് പറഞ്ഞു മാഡം. രാവിലെ ലോഡ്ജിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാന്നാ പറഞ്ഞത്. കൈലാഷിനോട് സംസാരിക്കാൻ എന്നോടും കൂടി ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അത് നന്നായി മാഡം. പി.കെ.ആർ. സാർ പറഞ്ഞാൽ പോലും കൈലാഷ് സാർ കേട്ടൊന്നും വരില്ല. പക്ഷെ മാഡത്തിന്റെ വാക്ക് അദ്ദേഹം എന്തായാലും കേൾക്കും. എന്റെ പേര് പറഞ്ഞ് ഇത്രയും കഷ്ടപ്പെടാൻ അദ്ദേഹത്തിന് വല്ല ആവശ്യമുണ്ടോ? എന്നെ മറന്ന് മര്യാദയ്ക്ക് കുടുംബത്തിന്റെ കൂടെ സന്തോഷമായിട്ട് കഴിയാൻ അദ്ദേഹത്തിന് ബുദ്ധി ഉപദേശിക്കും മാഡം. ഞാൻ പറയുന്നത് കൊണ്ട് നിനക്കൊന്നും തോന്നരുത്. കൈലാഷിന്റെ മനസ്സിന്ന് നിന്നെ മായ്ക്കാൻ എനിക്കെന്നല്ല ദൈവത്തിന് പോലും സാധിക്കില്ല. അവൻ നിന്നെ മറക്കുന്നതിനെ പറ്റി ചിന്തിക്കുന്നതിനേക്കാൾ നല്ലത് നീ അവനെ സ്വീകരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നതാ. ഞാൻ നിന്നെ നിർബന്ധിക്കുകയാണെന്ന് കരുതരുത്. കൈലാഷിനെ പോലെ ആത്മാർത്ഥമായി നിന്നെ ആർക്ക് സ്നേഹിക്കാൻ കഴിയില്ല. അവനെ പോലൊരു ഭർത്താവിനെ നിനക്ക് വേറെ കിട്ടാനും സാധ്യതയില്ല. പ്രേംചേട്ടനാണ് എനിക്കിഷ്ടമെന്ന് പറഞ്ഞാൽ മാഡത്തിന്റെ അഭിപ്രായം മാറും. പക്ഷെ അത് പറയാൻ പറ്റാത്ത സാഹചര്യമായി പോയല്ലോ. നിന്നെ ഞാൻ എന്റെ മകളുടെ സ്ഥാനത്താ കാണുന്നത്. എന്റെ മകൾ കൈലാഷിനെ പോലെ ഒരാളെ കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിന്റെ മാതാപിതാക്കളും അങ്ങനെ ആഗ്രഹിക്കുന്നു എന്നാണ് എന്റെ വിശ്വാസം. നന്നായി ആലോചിച്ച് ഒരു തീരുമാനം എടുക്കുക. എന്തുപറ്റി സാർ? ഉറങ്ങാൻ പറ്റുന്നില്ലേ? എനിക്കറിയാമായിരുന്നു, സാറിനെ കണ്ടാലറിയാം ഇങ്ങനെയുള്ള ലോഡ്ജിലൊന്നും താമസിച്ച് ശീലമില്ലാത്ത ആളാണെന്ന്. അതാ ഞാൻ അപ്പുറത്ത് ഹോട്ടലിലോട്ട് പോകാൻ പറഞ്ഞു. ഇങ്ങനെയൊക്കെയല്ലേ ശീലിക്കുന്നത്? റൂമിൽ നല്ല ചൂട്, അതാ ഞാൻ പുറത്തേക്ക് വന്ന. സാറിന് നല്ലൊരു ഐഡിയ പറഞ്ഞു തരട്ടെ? എന്താ? നേരെ ടെറസിലേക്ക് വിട്ടോ. ഞാനൊരു പായം തലയണയും തരാം. കുറച്ച് കൊതുകുണ്ടാവുന്നേ ഉള്ളൂ. നല്ല കാറ്റായിരിക്കും. സുഖമായിട്ട് ഉറങ്ങും ചെയ്യാം. എന്നാ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നാ സാറ് ചെല്ല്, ഞാൻ പായം തലയണയും കൊണ്ടുവരാം. ദേ ഇതിലെ കയറി പോയാൽ മതി. ശരി.